ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉത്തർപ്രദേശ് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഉത്തർപ്രദേശിൽ വൃന്ദാവനിൽ നമ്മൾ ഇസ്കോൺ ടെമ്പിൾ ആൻഡ് മ്യൂസിയം കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴാട്ടോ നമ്മൾ ഇറങ്ങിയത്. കാരണം 5 മണിക്ക് നമ്മൾ ചെല്ലാം എന്നുള്ള രീതിക്ക് ഇറങ്ങിയതാണ്. നമുക്ക് ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശ് വരെ 160 കിലോമീറ്റർ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉത്തർപ്രദേശ് വൃന്ദാവനിലോട്ട് മെയിൻ ഗേറ്റ് കടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇസ്കോൺ ടെമ്പിൾ ആൻഡ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഉത്തർപ്രദേശിൽ ഈ ഒരു ടെമ്പിൾ മാത്രമല്ല, വൃന്ദാവൻ എന്ന സ്ഥലത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ, ടെമ്പിളുകളുണ്ട്. അതിൽ നമ്മളൊരു 2-3 ടെമ്പിളുകളിലാണ് പോയത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇസ്കോൺ ടെമ്പിളും മ്യൂസിയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 2 അടുത്ത ടെമ്പിളിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളിതായി ഈ കാണുന്നതാണ് ടെമ്പിള്. ഇപ്പുറത്തുള്ളത് ഇതാണ് മ്യൂസിയം കേട്ടോ. അപ്പം നമ്മൾ മ്യൂസിയത്തിലോട്ടാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് കൃഷ്ണൻ്റെ രാധയുടെ ഒരു ശില്പമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി രാധയുടെ മാത്രമായിട്ടും പിന്നെ കൃഷ്ണൻ്റെ രാധയുടെ ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണ് ആരാണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഓരോ ശില്പത്തിൻ്റെ താഴെയും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ വിവരിച്ചെഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്നവർക്ക് അവിടെ നിന്ന് വായിക്കാം. പക്ഷെ അതിനുള്ള ടൈം ഇല്ല, കാരണം വലിയ തിരക്കായതുകൊണ്ട് കണ്ടു തന്നെ അങ്ങ് പോകാനേ പറ്റുന്നുള്ളൂ. അവർക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാനോ ഒന്നും സാധിക്കത്തില്ല കേട്ടോ. അങ്ങനെ നല്ല ഒരുപാട് ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അന്ന് എന്തോ അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ബുക്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അത് വിൽക്കാനും ഒക്കെ ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആരും വാങ്ങിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അവിടെ ഒരുപാട് ബുക്സൊക്കെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എന്താണ്ട് ഒരുപാട് നല്ല ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് എന്താ പറയുക, അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് തിരക്കുണ്ടായതുകൊണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള പ്രതിമകളും ശില്പങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ഭംഗിയായിരുന്നു കാണാനെന്നറിയോ. നല്ല അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ താഴെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ മുകളിലോട്ട് പോകും. അതും അവിടെയും മ്യൂസിയമാണ്. അവിടെ ഇത് ഇസ്കോൺ ടെമ്പിൾ വന്ന വർഷം അത് ആരാണ് കൊണ്ടുവന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുകളിൽ കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ ശില്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് മുകളിൽ ഉള്ളത് കേട്ടോ. അപ്പം നല്ല എന്താ, നമുക്ക് ഇങ്ങനെ കണ്ട് പോവുക, അല്ലാതെ നമ്മൾ നിന്ന് ടൈം എടുത്ത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒന്നുമില്ല കേട്ടോ, പറ്റുന്നില്ല. കാരണം നല്ല തിരക്കുണ്ടായതുകൊണ്ട് നമ്മൾ കണ്ട് പോകുന്നതാ നല്ലത്. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എന്നാണ്ട് ഇതുപോലെ അവരുടെ ശില്പങ്ങളും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ മുകളിലുള്ള മ്യൂസിയത്തിലുള്ള കാര്യങ്ങളും എല്ലാം കണ്ടു. ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. ടെമ്പിളിലോട്ട് പോകാനായിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പം താഴെ നമ്മൾ ആ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല തിരക്ക് കണ്ട ഒരു ചെറിയൊരു ഭാഗമാണിത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്, ടെമ്പിളിലോട്ട് കയറി പോവുകയാണ്.
ഇതാണ് കേട്ടോ ടെമ്പിള്. അപ്പം നമ്മൾ ടെമ്പിളിലോട്ട് കയറുകയാണ്. അപ്പം ടെമ്പിളിലോട്ട് കയറുമ്പോൾ തന്നെ 2 സൈഡിൽ ഒരുപാട് ആൾക്കാരിരുന്ന് പൂവുണ്ട് മാലയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ കൃഷ്ണനും രാധയ്ക്കും നമ്മൾ എന്താ പറയുക നേർച്ചയായിട്ട് കൊടുക്കുന്നത് പൂവും മധുര പലഹാരങ്ങളും ഒക്കെയാണ് കേട്ടോ. അത് പുറത്ത് കച്ചവടവും ചെയ്യുന്നുണ്ട് കേട്ടോ. പൂക്കളും മധുര പലഹാരങ്ങളും ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് പോലാണ്. അതിൽ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് കൃഷ്ണൻ്റെ രാധയുടെയും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് മെയിൻ ഡാൻസ് ആണല്ലോ. അപ്പോൾ അവർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടോട്ട് ഭയങ്കര ആളാണ് ആ ഭാഗത്ത്. കാരണം അവിടെ എന്തോ പൂജ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം നമുക്കവിടെ നട അടയ്ക്കും, അതായത് കർട്ടൻ വലിച്ചിടും. അപ്പോൾ അതിന് മുന്നേ ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിലെല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലുള്ള പൂക്കളൊക്കെ എനിക്ക് തോന്നുന്നു ഒറിജിനൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ അവിടെയൊക്കെ താഴെയും ഒക്കെ ഒരുപാട് പൂക്കളാണ്. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ മേളിലൊക്കെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു അതൊക്കെ ഒറിജിനൽ അല്ല താഴെയൊക്കെ വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല തിരക്കുകളൊക്കെ ആയി. കാരണം നമുക്ക് അവിടെ കർട്ടൻ ഇടുന്നതിന് മുമ്പ് ആൾക്കാർ ഈ പറയുന്ന നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. അതായതാണ്ട് കൃഷ്ണൻ്റെ രാധയുടെയൊക്കെ വിഗ്രഹം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗി. നമ്മളിന്നവിടെ നോക്കി നിന്ന് പോകും, അതുപോലെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അവിടെ നിൽക്കുമ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് നടന്ന് നീങ്ങാൻ പറയുന്നുണ്ട്. ആൾക്കാരുണ്ട്, അപ്പോൾ പൂജയ്ക്കുള്ള ടൈമും ആയി വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് 3 മുറിയായിട്ടാണ് വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മുറിയിലുള്ളതേ കാണാൻ പറ്റുള്ളൂ. 3ാമത്തെ ആയപ്പോഴത്തേക്ക് കർട്ടൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് 2ാമത്തതും. ഇതും കൃഷ്ണൻ്റെയും രാധയുടെയും തന്നെ വേറൊരു രീതിയിലുള്ള ഒരു ശില്പമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ പൂജയ്ക്കുള്ള ടൈമായി. അന്നേരം അവിടെ കർട്ടൻ വലിച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമുക്ക് 3ാമത്തെ റൂമിൻ്റെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കർട്ടൻ വലിച്ചിട്ട് പൂജയൊക്കെ ആരംഭിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാം അവിടുന്ന് ആ വിഗ്രഹത്തിൻ്റെ അടുത്തുനിന്ന് പയ്യെ പുറത്തോട്ട് നീങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ട നല്ല തിരക്കുണ്ട്. അതാണ് നടുക്കൊരു നല്ല വലിയ മരവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 വശം ഇരുന്നാണ് ആൾക്കാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് ഇതുപോലെ ലേഡീസൊക്കെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണൻ്റെ രാധയുടെയും പാട്ടൊക്കെ ഇട്ട് ഇതുപോലെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. അവരുടെ ഒരു രീതി അങ്ങനെയാണ്, ഡാൻസൊക്കെ കളിക്കുക. പിന്നെ അവരിങ്ങനെ രാധേ രാധേ ഇങ്ങനെ പറയുക. അവർ നമ്മൾ നമസ്കാരമൊക്കെ പറയുന്നത് പോലാണെന്ന് തോന്നുന്നു കേട്ടോ, രാധേ രാധേ എന്നൊക്കെ പറയുന്നത്. അവിടെ മിക്കവരും പറയുന്നത് ഞാനിങ്ങനെ കേട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ടെമ്പിളിന് പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്ന് തുടങ്ങി. നമ്മൾ ഉച്ചയ്ക്ക് ചെറുതായിട്ട് ലഞ്ച് കഴിച്ചതേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടെമ്പിളിലുള്ള തന്നെ ഒരു വെജ് ഷോപ്പാണ് കേട്ടോ. അവിടെ വെജ് ബർഗർ, വെജ് റോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചു. കാരണം നമ്മൾ അടുത്ത ടെമ്പിളിലോട്ട് പോവുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വയറൊന്ന് നിറഞ്ഞിരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ വെജ് ബർഗറും വെജ് റോളും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട്, കാരണം നമുക്ക് ഇത് കണ്ടപ്പോഴാണ് വിശപ്പ് തോന്നിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇത് വാങ്ങിച്ചു കേട്ടോ. കുട്ടികൾക്ക് ബർഗർ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വലിയൊരു റോളും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. ഭയങ്കര കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ശരിക്കും കുരങ്ങുണ്ട്. അവിടുന്ന് മൊബൈലുകളും എല്ലാം ആൾക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കുരങ്ങ്. പിന്നെ അവർക്ക് ആഹാരം കൊടുത്തൊക്കെയാണ് ആ മൊബൈലൊക്കെ തിരിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. കണ്ടില്ലേ, ഇതാ 2 സൈഡിലും കച്ചവടം നടക്കുക കേട്ടോ. അത് തുണികളും ആഹാര സാധനങ്ങളും പൂക്കളും എല്ലാത്തിൻ്റെയും കച്ചവടം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ടെമ്പിളിലോട്ട് പോവുകയാണ്. അത് തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, പ്രേം മന്ദിർ. അപ്പോൾ ആ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.